ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ചർ ആപ്പിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, ഒരു സർക്കാർ ഉദ്യോഗം നിങ്ങളുടെ അവകാശമാണ്. കൃത്യമായി പറഞ്ഞാൽ ഓരോരുത്തരുടെയും ജന്മാവകാശമാണ്. അതിനുവേണ്ടി ആരുടെ മുമ്പിലും മുട്ടുകുത്തി നിന്ന് യാചിക്കേണ്ടതില്ല. ചങ്ക് വിരിച്ച് അന്തസ്സോടുകൂടി നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരവസരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ആ അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ. അതിന് ചലഞ്ചർ ആപ്പിന്റെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ്, ദേശീയ വിവരാവകാശ കമ്മീഷൻ. അതിനോടനുബന്ധിച്ച് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ക്ലാസ്സിലേക്ക് സ്വാഗതം. ദേശീയ വിവരാവകാശ കമ്മീഷൻ. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ദേശീയ വിവരാവകാശ നിയമത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അതിശക്തമായൊരു നിയമം 2005 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു സുപ്രധാന നിയമങ്ങളിൽ ഒന്നാണ് ദേശീയ വിവരാവകാശ നിയമം. അതായത് പൊതുജനങ്ങൾക്ക്, പൗരന്മാർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുക എന്ന പ്രാഥമികമായ ലക്ഷ്യത്തോടു കൂടിയാണ് 2005, കൃത്യമായി പറഞ്ഞാൽ 2005 ജൂൺ 15 വിവരാവകാശ നിയമം പാസാക്കുകയും 2005 ഒക്ടോബർ 12 ഈ നിയമം നിലവിൽ വരികയും ചെയ്തു. ആ ഡേറ്റ് ഒന്ന് അടിവരയിട്ട് മനസ്സിൽ പറയുക, 2005 ഒക്ടോബർ 12. എന്തുകൊണ്ട്? അതേ ദിവസം തന്നെയാണ്, ഈ നിയമം നിലവിൽ വന്ന അതേ ദിവസമായ 2005 ഒക്ടോബർ മാസം 12 ഇന്ത്യയിൽ ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പൊ ദേശീയ വിവരാവകാശ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2005 ഒക്ടോബർ 12. ഞാൻ കഴിഞ്ഞ പല ക്ലാസ്സുകളിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു കമ്മീഷൻ പഠിക്കുമ്പോൾ, ഒരു സ്ഥാപനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത് ഏത് സ്ഥാപനമാണ്. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണോ, ഭരണഘടനാ സ്ഥാപനമാണോ? നിർബന്ധമായും അത് പഠിച്ചതിന് ശേഷം മാത്രമേ ആ കമ്മീഷനിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു, ദേശീയ വിവരാവകാശ കമ്മീഷൻ എന്ത് സ്ഥാപനമാണ്? ഒരു സംശയവും വേണ്ട, അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം തന്നെയാണ്. എന്തുകൊണ്ട്? പാർലമെന്റിൽ പാസാക്കിയ ഒരു നിയമപ്രകാരമാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനാണ്. പാർലമെന്റോ സംസ്ഥാന നിയമസഭകളോ പാസാക്കുന്ന ഒരു നിയമപ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനത്തെയാണല്ലോ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പം പാർലമെന്റിൽ 2005 പാസാക്കിയ ദേശീയ വിവരാവകാശ നിയമപ്രകാരമാണ് ഇന്ത്യയില് ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഈ നിയമം പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15. ഈ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഈ നിയമം ഏറ്റവും ഒടുവിലായി ഭേദഗതി ചെയ്ത വർഷവും നിങ്ങൾക്കറിയാം, 2019 ദേശീയ വിവരാവകാശ നിയമം ഏറ്റവും ഒടുവിലായി ഭേദഗതി ചെയ്തത്. ഈ ഭേദഗതി പ്രകാരം, പുതിയ ഭേദഗതി പ്രകാരം കമ്മീഷന്റെ കാലാവധി നിശ്ചയിക്കാനുള്ള അധികാരം ആർക്ക് ലഭിച്ചു? പാർലമെന്റിന്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. 2019 ദേശീയ വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം വിവരാവകാശ കമ്മീഷന്റെ കാലാവധി നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണ് എന്ന് ചോദിച്ചാൽ പാർലമെന്റിനാണ്. അപ്പൊ ഉടനെ പഠിച്ചോളൂ, ഈ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? കാലാവധി മാറി. 2019 വരെയുള്ളതല്ല ഇപ്പോഴുള്ളത്. പഴയതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പം പതിഞ്ഞിരിക്കും. അത് മാറ്റിക്കൊള്ളുക. അത് പറഞ്ഞ് ഞാൻ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നില്ല. ഇപ്പോഴത്തത് മാത്രം പഠിച്ചാൽ മതി. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ കാലാവധി എത്ര എന്ന് ചോദിച്ചാൽ 3 വർഷമോ അംഗങ്ങൾക്ക് 65 വയസ്സോ ഏതാണ് ആദ്യം വരുന്നത്. ഇനി കാലാവധി നമ്മൾ പഠിച്ചല്ലോ, ഇനി അതിലെ അംഗസംഖ്യ എത്ര? സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യമുണ്ട്.
ഈ കാലാവധി, അംഗസംഖ്യ ഇതൊക്കെ സെയിം ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പഠിക്കുമ്പോഴും. അപ്പോഴും നിങ്ങൾ ഇപ്പൊ തന്നെ കോമൺ ആയിട്ട് പഠിച്ചു വെച്ചോളുക. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ കാലാവധിയും സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധിയും സെയിം ആണ്. 3 വർഷമോ അംഗങ്ങൾക്ക് 65 വയസ്സോ ഏതാണ് ആദ്യം വരുന്നത്. അംഗസംഖ്യയും അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഓർക്കുക, ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അംഗസംഖ്യയും സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ പരമാവധി അംഗസംഖ്യയും സെയിം ആണ്. അതായത് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത മറ്റ് കമ്മീഷണർമാരും. നോക്കൂ, വിവരാവകാശ കമ്മീഷന്റെ തലവനെ നമ്മൾ വിളിക്കുന്നത് വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്നല്ല. സാധാരണ നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ചില സ്ഥാപനങ്ങളിലെ തലവന്മാരെ നമ്മൾ കമ്മീഷണർ എന്നല്ലേ പറയുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ വിജിലൻസ് കമ്മീഷണർ, അതുപോലെ തന്നെ ഭിന്നശേഷി കമ്മീഷന്റെ മുഖ്യ കമ്മീഷണർ. കണ്ടോ, ഇതൊക്കെ ചെയർമാൻ എന്നല്ല പറയുന്നത്, കമ്മീഷണർ. അതുപോലെ വിവരാവകാശ കമ്മീഷന്റെ തലവനെയും നമ്മൾ പറയുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത, കുറയാൻ വേണമെങ്കിൽ, കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 11 പേരിൽ കൂടാൻ പാടില്ല എന്നർത്ഥം. മുഖ്യ വിവരാവകാശ കമ്മീഷണർ അടക്കം 11 പേരിൽ അധികമാകാൻ പാടില്ല ദേശീയ വിവരാവകാശ കമ്മീഷന്റെ കാര്യത്തിലും സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാര്യത്തിലും പരമാവധി അംഗസംഖ്യ. ഓർക്കുക, അപ്പോൾ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത മറ്റ് കമ്മീഷണർമാരും അടങ്ങുന്നതാണ് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ. ഇനി ഈ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ, അതായത് മുഖ്യ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതാരാണ്? ഒരു സംശയവും വേണ്ട, രാഷ്ട്രപതി തന്നെയാണ്. ഇവിടെ നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ പഠിച്ചവരാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെയും ചെയർമാൻമാരെയും ഒക്കെ നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ഒരു സംശയത്തിനും ഇടയില്ല. അവിടെ ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് നമ്മൾ രാഷ്ട്രപതി എന്ന് തന്നെ പറയാം, അല്ലെ? ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയാലും ശരി, അതുപോലെ തന്നെ ധനകാര്യ കമ്മീഷൻ ആയാലും ശരി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയാലും ശരി, ദേശീയ പട്ടികജാതി കമ്മീഷൻ ആയാലും ശരി, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആയാലും ശരി, അതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അവയുടെയൊക്കെ ചെയർമാൻമാരെ നിയമിക്കുന്നത്, അംഗങ്ങളെ നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, ധൈര്യമായി പറഞ്ഞോളൂ, അതെല്ലാം രാഷ്ട്രപതി തന്നെയാണ്. അങ്ങനെ പഠിച്ചു വെക്കുമ്പോഴാണ് ഇവിടത്തെ പ്രശ്നം വരുന്നത്. ഇത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമല്ലേ? മിക്കവാറുമുള്ള സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളെയൊക്കെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ദേശീയ തലത്തിൽ നിങ്ങൾക്കറിയാം, വനിതാ കമ്മീഷനെ നിയമിക്കുന്നത്, മൈനോറിറ്റി കമ്മീഷനെ നിയമിക്കുന്നത്, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമിക്കുന്നത്, ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളാണ്. ഇതെല്ലാം നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പഠിച്ചിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായ ദേശീയ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ രാഷ്ട്രപതി എന്ന് തന്നെ പറയണം. അത് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ കാര്യത്തിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യത്തിലും ഉത്തരം രാഷ്ട്രപതി എന്ന് തന്നെയാണ്. അപ്പൊ ദേശീയ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നതാര് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി. പക്ഷെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലെ മുഖ്യ കമ്മീഷണറെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി എന്ന് പറഞ്ഞു. പക്ഷെ രാഷ്ട്രപതി അന്വേഷിച്ചു പിടിച്ച് കണ്ടെത്തി നിയമിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. രാഷ്ട്രപതിക്ക് ഒരു ലിസ്റ്റ് കൊടുക്കണ്ടേ? ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നതിന് ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് സ്ഥിരമായി PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ആ ചോദ്യ രൂപേണ ഞാൻ പറയാം. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന അഥവാ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? അത് നമ്മൾ വിവരാവകാശ കമ്മീഷന്റെ കാര്യമാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യത്തിൽ പഠിച്ച അതേ ഉത്തരം തന്നെയാണ്. ഇത്തരത്തിലുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ദേശീയ തലത്തിലുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയായിരിക്കും. അപ്പൊ ഇവിടെ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന അഥവാ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും. ആ കമ്മിറ്റിയിൽ ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണുള്ളത്. ആ അംഗങ്ങൾ നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. കാരണം എങ്ങനെയാ ചോദ്യം വരുന്നത് നിങ്ങൾക്കറിയാം. താഴെ പറയുന്നവരിൽ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര്?
അല്ലെങ്കിൽ ഉൾപ്പെട്ടതാര്? തീർച്ചയായിട്ടും ആ 3 പേര് ആരൊക്കെയാണെന്ന് പഠിക്കണം. കാണാതെ പഠിക്കേണ്ടതില്ല. വളരെ എളുപ്പം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നതാണ്. പ്രധാനമന്ത്രി 1, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി 2, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് 3. ലോകസഭയുടെ സ്പീക്കർ എന്നായി പോകരുത് പറയുന്നത്. കാരണം സ്പീക്കറും പ്രതിപക്ഷ നേതാവും ഒക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ അംഗങ്ങളായിരുന്നു. ആ ഓർമ്മ വെച്ച് നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അവിടെ 6 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യത്തിൽ പഠിച്ചത്. ഇവിടെ അതിന്റെ പകുതിയേ ഉള്ളൂ എന്ന് വിചാരിക്കുക, 3 അംഗങ്ങൾ. അപ്പൊ ശ്രദ്ധിക്കുക, ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ കമ്മീഷണറെയും മറ്റംഗങ്ങളെയും അല്ലെങ്കിൽ എല്ലാ അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പക്ഷെ ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന അഥവാ ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ആ കമ്മിറ്റിയിൽ 3 പേരാണുള്ളത്, ചെയർമാൻ ഉൾപ്പെടെ. ആ 3 അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇനി ഞാൻ ഒരുമിച്ച് പറയട്ടെ, നിങ്ങൾക്ക് ഒരുമിച്ച് മനസ്സിൽ പതിപ്പിച്ചു വെച്ചോളൂ. എങ്ങനെയാണ്? ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്, അംഗങ്ങളിൽ നിന്ന് രാജിക്കത്ത് സ്വീകരിക്കുന്നത്, ഇതെല്ലാം രാഷ്ട്രപതിയാണ്. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ നിയമിക്കുന്നത്, അവരെ നീക്കം ചെയ്യുന്നത്, അവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്, അവരിൽ നിന്ന് രാജിക്കത്ത് സ്വീകരിക്കുന്നത്. നോക്കുക, ആ 4-5 ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് തന്നെയാണ്. എല്ലാം രാഷ്ട്രപതി എന്ന് തന്നെ പറയുക. അംഗങ്ങളെ നിയമിക്കുന്നത്, അംഗങ്ങളെ നീക്കം ചെയ്യുന്നത്, അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്, അവരിൽ നിന്ന് രാജിക്കത്ത് സ്വീകരിക്കുന്നത് ഒക്കെ രാഷ്ട്രപതി തന്നെയാണ്. ഇനി നോക്കൂ, ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആസ്ഥാന മന്ദിരത്തിനൊരു പേരുണ്ട്. നേരത്തെ ഉള്ള പേരല്ല. നേരത്തെ ഉള്ള പേര് പഠിച്ചു വെക്കരുത്. ആ ഓഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നൊക്കെയായിരുന്നു മുമ്പ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. എന്നാൽ ഇപ്പം ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് CIC ഭവൻ. CIC എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഭവൻ, മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഭവൻ. അങ്ങനെ ഓർമ്മിച്ചാതെ മനസ്സിൽ. CIC ഭവൻ ന്യൂഡൽഹിയാണ് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഈ അംഗങ്ങളുടെ പ്രതിമാസ ശമ്പളം എത്രയാണ്? ദേശീയ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ പ്രതിമാസ ശമ്പളത്തിൽ മാറ്റം വന്നു. 2019 വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം ഉണ്ടായിരുന്ന ശമ്പളത്തിൽ മാറ്റം വന്നു. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ കമ്മീഷണറുടെ ശമ്പളം സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ്. അഥവാ 2,50,000 രൂപയാണ്. നിങ്ങൾ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ തലവൻ, അതായത് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ പ്രതിമാസ ശമ്പളം എത്ര എന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നത് 2,50,000 എന്നാണ്. പക്ഷെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഓപ്ഷനിൽ അത് ഉണ്ടാവില്ല. പകരം ഓപ്ഷനിൽ വരുന്ന എന്തായിരിക്കും? സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യം. അതുകൊണ്ട് അത് നിർബന്ധമായി അങ്ങനെ തന്നെ പഠിക്കണം. സുപ്രീം കോടതി, ഈ ചോദ്യം ചോദിച്ചപ്പോഴൊക്കെ ആൻസർ വന്നിട്ടുള്ളതാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യം. ബ്രാക്കറ്റിൽ നിങ്ങൾ മനസ്സിട്ടുകൊള്ളുക, 2,50,000. ഇതാരുടെ? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ, മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ. ഇനി നോക്കൂ, മറ്റു വിവരാവകാശ അംഗങ്ങളുണ്ടല്ലോ. ചീഫ് കമ്മീഷണർ പോയിട്ട് 10 കൂടാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞല്ലോ. ആ മറ്റ് കമ്മീഷണർമാരുടെ ശമ്പളം ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യം. അഥവാ 2,25,000 രൂപ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ ഞാൻ ഒരു കാര്യം പറയുന്നത് നിങ്ങളുടെ ഒന്ന് ഓർത്തു വയ്ക്കാൻ പറ്റുമെങ്കിൽ വളരെ ഗുണകരമായിരിക്കും. എന്താണെന്നറിയോ? നേരത്തെ ഉണ്ടായിരുന്നതിൽ മാറ്റം വന്നു. ആ മാറ്റം വന്നത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കൂടെ ഞാൻ ചേർത്തൊന്ന് പറയാം. അതായത് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം മാത്രമാണ് നിലവിൽ 2,50,000 രൂപ. ദേശീയ വിവരാവകാശ കമ്മീഷനിലെ മറ്റംഗങ്ങളുടെ ശമ്പളവും
സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളവും സംസ്ഥാനത്തെ മറ്റ് വിവരാവകാശ കമ്മീഷന്മാരുടെ ശമ്പളവും ഒക്കെ തുല്യമാണ് 2,25,000 രൂപ. അപ്പം ദേശീയ സംസ്ഥാന തലത്തിലുള്ള വിവരാവകാശ കമ്മീഷൻ എടുത്തു നോക്കിയാൽ ഒരാൾക്ക് മാത്രമേ 2,50,000 രൂപ ശമ്പളമായിട്ടുള്ളൂ. അതാർക്കാണ്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് മാത്രം. മറ്റംഗങ്ങളുടെ ശമ്പളം 2,25,000 രൂപ. സുഹൃത്തുക്കളെ, അതുപോലെ ഓർത്തുകൊള്ളുക, നമ്മുടെ ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. കാരണം ഈ റീസെൻ്റായിട്ട് ചാർജ് എടുത്ത ആളാണ്. ഇപ്പം നിലവിലുള്ള ആള് നമ്മൾ കുറച്ച് മുമ്പ് വരെ പറഞ്ഞിരുന്ന ആളല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ക്ലാസ് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീഡിയോ ക്ലാസ് എടുക്കുമ്പം നിലവിലുള്ള ചെയർമാൻ്റെ പേരാണ് പറയുന്നത്. നിങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞ് ഈ ക്ലാസ് കാണുമ്പോൾ ഒരു പക്ഷേ ഈ ചെയർമാൻ മാറിയെന്ന് വരാം. അതുകൊണ്ട് ക്ലാസ് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിലവിലെ ചെയർമാന്മാരും നിലവിലെ ഹെഡ് ഒക്കെ നമ്മൾ പറയുമ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? കാരണം ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിലവിലുള്ളതേ നമുക്കിവിടെ പറയാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇപ്പൊ ഇത് നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും മാറ്റേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം ചാർജ് എടുത്ത ആളാണ്. ആരാണ്? ഹീരാലാൽ സമരിയ. നമ്മുടെ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ കമ്മീഷണർ, ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. ക്ലിയർ ആയല്ലോ? എത്രാമത്തെ കമ്മീഷണറാണെന്ന് കൂടി പഠിച്ചാൽ നന്നായിരിക്കും. അദ്ദേഹം നിങ്ങൾ ചെല്ലുമ്പോൾ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്നായിരിക്കത്തില്ല ചോദിക്കുന്നത് ഇന്ത്യയുടെ 12ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? നിലവിലെ ആളാണ് 12ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓർമ്മിച്ചോളുക. എങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഈ സാധാരണ വിവരാവകാശ കമ്മീഷന്റെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും കാര്യത്തിൽ PSC ഒരു ചോദ്യവും കൂടി ചോദിക്കുന്നുണ്ട്, രണ്ടാമത്തെ തലവനാര് എന്ന്. ദേശീയ വിവരാവകാശ കമ്മീഷനിലും ആ ചോദ്യം പ്രസക്തമാണ്, നമ്മൾ പഠിച്ചു. രണ്ടാമത്തത് MN വെങ്കട ചെല്ലയ്യ എന്ന് പഠിച്ച് ഓർമ്മയുണ്ടോ? അതുപോലെ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ആരെന്ന് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരൂടെ പഠിക്കുക. അദ്ദേഹത്തിന്റെ പേരാണ് AN തിവാരി. ആദ്യത്തത് വജാഹത്ത് ഹബീബുള്ള, രണ്ടാമത്തെ ആള് AN തിവാരി. ഈ രണ്ടുപേരെ കുറിച്ച് അഡീഷണൽ ആയിട്ട് 2 ചോദ്യങ്ങളും കൂടെ പഠിച്ചോളുക. ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അത് വജാഹത്ത് ഹബീബുള്ള. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആസ് ഷോർട്ടസ്റ്റ് ടേം, ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനായി പ്രവർത്തിച്ചതാര്? അത് രണ്ടാമത്തെ ആള് AN തിവാരിയാണ്. അപ്പൊ ആ 2 പേരുകളോടൊപ്പം 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കൂടി പഠിച്ചോളുക. ഇന്ത്യയിലെ ഏറ്റവും ദീർഘം ആയ പീരീഡിൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യ വിവരാവകാശ കമ്മീഷനായി പ്രവർത്തിച്ചത് വജാഹത്ത് ഹബീബുള്ള. എന്നാൽ ഇന്ത്യയില് ഏറ്റവും കുറച്ചു കാലം മുഖ്യ വിവരാവകാശ കമ്മീഷനായി പ്രവർത്തിച്ചത് രണ്ടാമത്തെ കമ്മീഷണറായ ആരാണ്? AN തിവാരി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനായ ആദ്യ വനിത ആരാണ്? ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷനായ ആദ്യ വനിത ആര്? അതാരാണ്? ദീപക് സന്ധു ആണ്. ദീപക് സന്ധു. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനായ ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു. അങ്ങനെ 2 പേരാണ് ഇന്ത്യയില് മുഖ്യ വിവരാവകാശ കമ്മീഷനായി പ്രവർത്തിച്ചിട്ടുള്ള 2 വനിതകളെ ഉള്ളൂ. അതുകൊണ്ട് ആ 2 വനിതകളുടെ പേരും നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഒന്ന് ദീപക് സന്ധു. അവരുടെ പീരീഡ് കഴിഞ്ഞ് ഉടൻ തന്നെ വന്ന ആളാണ് അടുത്ത വനിത സുഷമ സിംഗ്. അപ്പൊ ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷനായി ആയ ആദ്യ വനിത ആര്? അത് ദീപക് സന്ധു. അങ്ങനെ തന്നെ ചോദിക്കാം. രണ്ടാമത്തെ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ദീപക് സന്ധു ആണ്. ഇനി പരീക്ഷ ചോദിക്കാം, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനായ വനിത ആരെന്ന് ചോദിച്ചിട്ട് ഈ 2 പേരിൽ ആരുടെയെങ്കിലും പേരായിരിക്കും ആൻസറായി വരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം അതും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ
ഒരു PSC ഒരു ചോദ്യ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വളരെ എല്ലാവരും ഞെട്ടിപ്പോയൊരു ചോദ്യമാണ്. കാരണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് പോയി. നിലവിലെ ചെയർമാനും ആദ്യ ചെയർമാനും രണ്ടാമത്തെ ചെയർമാനും ഒക്കെ ലോങ്സ്റ്റ് സെർവിങ് ചെയർമാനൊക്കെ പഠിച്ചുകൊണ്ട് പോയി. എല്ലാം പൂർണ്ണമായി പഠിച്ചു എന്ന സന്തോഷത്തിൽ പോയപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പലരും കൺഫ്യൂസ്ഡ് ആയ ഒരു ചോദ്യം എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ പദവി വഹിച്ചിട്ടില്ലാത്തതാര്? 8 പേരാണ്. ഇപ്പൊ 8ാമത്തെ ആളാണ് അരുൺകുമാർ മിശ്ര, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്. അപ്പൊ ആ 8 പേരും നിങ്ങളുടെ മനസ്സിലുണ്ടാകണ്ടേ? അങ്ങനെ PSC ചോദിച്ചുവെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ ചോദിക്കുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും. താഴെ പറയുന്നവരിൽ ദേശീയ വിവരാവകാശ കമ്മീഷണറായി, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി സേവനം അനുഷ്ഠിക്കാത്തതാര്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി പ്രവർത്തിക്കാത്തതാര് എന്ന് പറഞ്ഞിട്ടൊരു പേര് വരും. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് പഠിക്കണം? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഹീരാലാൽ സമരിയ 12ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷനാണെന്ന് പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ആ 12 പേരുടെ പേര് കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേ മതിയാകൂ. കാണാതെ പഠിക്കണ്ട. 5-6 തവണ വായിച്ച് മനസ്സിലിട്ടേക്കുക. 1 വജാഹത്ത് ഹബീബുള്ള, 2 AN തിവാരി, 3 സത്യാനന്ദ മിശ്ര, 4 ദീപക് സന്ധു, 5 സുഷമ്മ സിംഗ്, 6 രാജീവ് മാത്തൂർ, 7 വിജയ് ശർമ്മ, 8 രാധാകൃഷ്ണ മാത്തൂർ ആണ്. ഇവിടെ മാധവ മാത്തൂർ എന്നാണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. രാധാകൃഷ്ണ മാത്തൂർ എന്ന് നിങ്ങളത് മാറ്റിക്കൊള്ളുക. RK മാത്തൂർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മുടെ ലഡാക്കിന്റെ ഒക്കെ ലഫ്റ്റനന്റ് ഗവർണറാണ്, നിങ്ങൾക്കറിയാം. രാധാകൃഷ്ണ മാത്തൂരാണ്, അതൊന്ന് കറക്റ്റ് ചെയ്തോളണം. അടുത്തത് 10ാമൻ ബിമൽ ജുൽക്കയാണ്. ബിമൽ ജുൽക്ക. 11ാമത്തെ ആള് യശ്വർദ്ധൻ കുമാർ സിൻഹ. കഴിഞ്ഞ വിവരാവകാശ കമ്മീഷൻ, ദേശീയ വിവരാവകാശ കമ്മീഷനായി 11ാമത് പ്രവർത്തിച്ച വ്യക്തിയാണ് യശ്വർദ്ധൻ കുമാർ സിൻഹ. നിലവിലെ അഥവാ 12ാമത്തെ ചെയർമാൻ ഹീരാലാൽ സമരിയ. അപ്പോൾ സുഹൃത്തുക്കളെ, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിങ്ങൾ പൂർണ്ണമായും പഠിച്ചിരിക്കുന്നു. ഇനി നമുക്കൊരു അനുബന്ധ ടോപ്പിക്ക് കൂടെ ഇതിനോടൊപ്പം ചേർത്ത് തന്നെ പഠിക്കാം. കാരണം അത് പഠിക്കാൻ ഇനി വളരെ വളരെ എളുപ്പമാണ്. കാരണം പല കാര്യങ്ങളും നമ്മൾ ദേശീയ വിവരാവകാശ കമ്മീഷൻ പഠിച്ചപ്പോൾ തന്നെ പഠിച്ചതാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, അതുകൂടി നമുക്കൊന്ന് പഠിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഇപ്പൊ ദേശീയ വിവരാവകാശ കമ്മീഷൻ പഠിച്ച ഒരാൾക്ക് വളരെ വളരെ എളുപ്പമാണ്. കാരണം എന്താ അറിയോ? കാലാവധി സെയിം, അംഗസംഖ്യ സെയിം, ഇതൊക്കെ വളരെ എളുപ്പമാണ്. നമ്മളവിടെ പഠിച്ച അതേപടി ഇവിടെ പറഞ്ഞാൽ മതി. അപ്പോ നിലവിൽ വന്ന തീയതിക്ക് വ്യത്യാസമുണ്ട്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-ാം തീയതി ആണെങ്കിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് വർഷത്തിൽ മാറ്റമില്ല, 2005 തന്നെയാണ്. പക്ഷെ ഡിസംബർ 19-ാം തീയതിയാണ്. അവിടെ ഒക്ടോബർ 12, ഇത് ഡിസംബർ 19. 2005 ഡിസംബർ 19-നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ ആ ഡേറ്റ് നിങ്ങൾക്കറിയാം, ഒക്ടോബർ 12. ഇനി ദേശീയ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി എന്ന് പറഞ്ഞു, ഇന്ത്യയുടെ ഭരണഘടനാ തലവൻ എന്ന് പറഞ്ഞു. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് ആരായിരിക്കും? സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനല്ലേ? അതാരാണ്? ഗവർണർ. ഇവിടെ നിങ്ങൾക്കൊരാശയക്കുഴപ്പം വരാം. മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചവർക്കൊരാശയക്കുഴപ്പം വരാം. അതിപ്പോൾ ക്ലിയർ ചെയ്ത് പോകണം. എന്താണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ, അവരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. അങ്ങനെ ഒന്നുകൂടെ ഉണ്ടല്ലോ. ഏതാണെന്ന് ഓർക്കാൻ പറ്റുമോ? നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ നന്നായിരിക്കും. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. PSC സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനും അതുപോലെയാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതി, അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ, അംഗങ്ങളെ നീക്കം ചെയ്യുന്ന രാഷ്ട്രപതി. പക്ഷേ ആ ഓർമ്മ വെച്ച്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ച ഓർമ്മ വെച്ച് ഇവിടെ നീക്കം ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി എന്ന് പറയരുത്, ഇവിടെ എല്ലാം ഗവർണർ തന്നെയാണ്. അപ്പൊ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇവിടെയും അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന
ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? നിങ്ങൾ ദേശീയ കമ്മീഷൻ പഠിച്ച നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് പറയാൻ കഴിയും. അതിൻ്റെ ഒരു ഡിറ്റോ എടുത്താൽ മതി. അവിടെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന അഥവാ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. പിന്നെ അവിടെ പഠിച്ചതുപോലെ പറയുക, 3 അംഗങ്ങൾ തന്നെയാണ് ഈ കമ്മിറ്റിയിലുള്ളത്. അത് ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെയാണ്. എങ്ങനെ? അവിടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇവിടെ മുഖ്യമന്ത്രി എന്ന് പറയും. അവിടെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു അംഗം എന്ന് പറയുന്നതിന് പകരം ഇവിടെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗം എന്ന് പറയും. അവിടെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. എന്തെളുപ്പം! അപ്പൊ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ 3 അംഗങ്ങൾ, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സംസ്ഥാന മന്ത്രി, നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ്. ക്ലിയർ അല്ലേ? ഇനി അംഗസംഖ്യ ഞാൻ പറഞ്ഞു. ദേശീയ വിവരാവകാശ കമ്മീഷൻ പഠിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു സെയിം ആണെന്ന്. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത മറ്റംഗങ്ങളുമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഈ അംഗസംഖ്യ. ഇനി നോക്കൂ, പ്രതിമാസ ശമ്പളം എത്ര? അത് ഞാൻ അത് പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു. പ്രതിമാസ ശമ്പളം ഇവിടെ ഒറ്റ എമൗണ്ട് പറഞ്ഞാൽ മതി. മുഖ്യന്റെയും മറ്റംഗങ്ങളുടെയും പ്രതിമാസ ശമ്പളം സെയിം ആണ്, 2,25,000 രൂപ. അഥവാ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യം. അവിടെ മുഖ്യന്റേതിന് സമാനമല്ല മറ്റംഗങ്ങളുടെ. അവിടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ശമ്പളം 2,50,000 ആയിരുന്നു. മറ്റംഗങ്ങളുടെ ശമ്പളം 2,25,000 ആയിരുന്നു. എന്നാൽ ഇവിടെ സംസ്ഥാന തലത്തിൽ വരുമ്പോൾ എല്ലാ അംഗങ്ങളുടെയും, മുഖ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളുടെയും ശമ്പളം തുല്യമാണ്. അത് ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ്, 2,25,000 രൂപയാണ്. ഇനി മുഖ്യ കമ്മീഷണറിനും മറ്റംഗങ്ങളുടെയും ശമ്പളം അപ്പൊ മനസ്സിൽ വെച്ചോളുക, തുല്യമാണ് സംസ്ഥാന തലത്തില്. കാലാവധി എത്ര ഈ കമ്മീഷന്റെ? അത് സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കാലാവധി സെയിം തന്നെയാണ്. 3 വർഷമോ അംഗങ്ങൾക്ക് 65 വയസ്സോ. നിലവിലുള്ള മുഖ്യ വിവരാവകാശ കമ്മീഷൻ കേരളത്തിലെ നിലവിലെ ഈ അടുത്ത കാലത്ത് ചാർജ് എടുത്ത ആളാണ്. ആരാണ്? നമ്മുടെ വിശ്വാസ് മേത്തയൊക്കെ മാറിയതിന് ശേഷം വന്നയാളാണ്. അദ്ദേഹത്തിന്റെ പേര് ഹരി നായർ എന്നാണ്. അപ്പം കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഹരി നായറാണ്. അതൊക്കെ പഠിച്ചു വെച്ചോളൂ. അതൊന്നും പെട്ടെന്ന് മാറാൻ സാധ്യതയില്ല നിങ്ങളുടെ പരീക്ഷ വരെ. കാരണം ഇപ്പൊ ചാർജ് എടുത്തതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഏത് കമ്മീഷന്റെ, ഏത് സ്ഥാപനത്തിന്റെ നിലവിലെ തലവന്റെ പേര് പഠിച്ചാൽ അത് ആദ്യത്തെ തലവന്റെ പേര് പഠിക്കാതെ പോകരുത്. മാത്രമല്ല, ഇനി ഞാൻ പറയുന്നത് PSCയുടെ സ്റ്റോക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഴയകാല പ്രീവിയസ് ചോദ്യ പേപ്പറുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. നിരവധി പ്രാവശ്യം PSC ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങളിൽ ഒന്നാണിത്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? ദേശീയ വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും. ദേശീയ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണറാണ്. എങ്കിൽ ഒരുമിച്ച് പഠിച്ചോളൂ. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ രാജിക്കത്ത് സ്വീകരിക്കുന്ന എല്ലാം രാഷ്ട്രപതിയാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്, രാജിക്കത്ത് സ്വീകരിക്കുന്നത് ഒക്കെ സംസ്ഥാന ഗവർണറാണ് എന്ന് ഓർത്തോളുക. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ 2 തലങ്ങളിലുള്ള ഒരു കമ്മീഷൻ, അതായത് ദേശീയ തലത്തിലുള്ള വിവരാവകാശ കമ്മീഷനും സംസ്ഥാന തലത്തിലുള്ള വിവരാവകാശ കമ്മീഷൻ നമ്മൾ പഠിച്ചു. മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ വിവരാവകാശ നിയമം വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, ആവർത്തിച്ച് കാണുക, ഒരുപാട് പ്രാവശ്യം കണ്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വലിയ വിജയങ്ങളിലേക്ക് നടന്നെടുക്കുക. എല്ലാവർക്കും വലിയ വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.